ഇളന്തിക്കര ഗുരുസ്മാരക വായനശാലയ്ക്ക് ഇനി പുതിയ കെട്ടിടം. കേരള പ്രതിപക്ഷ നേതാവും പറവൂർ എംഎൽഎയുമായ വി.ഡി. സതീശന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കേരള പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ നിർവഹിച്ചു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇളന്തിക്കര ഗുരുസ്മാരക വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 25 ലക്ഷം രൂപ അനുവദിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേരള പൊതുമരാമത്ത് കെട്ടിട വിഭാഗം മേൽനോട്ടം വഹിക്കും. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കേരള പ്രതിപക്ഷ നേതാവും പറവൂർ എംഎൽഎയുമായ അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ നിർവഹിച്ചു. വായനയുടെ ലോകത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. മനസ്സിലായി. ഇപ്പോൾ കിട്ടുന്ന ഈ ഫോണിൽ നിന്നും മറ്റേതിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് അറിവ് മാത്രമാണ്, ഇൻഫർമേഷൻ. പക്ഷെ തിരിച്ചറിവ് എന്താണെങ്കിൽ വായന വേണം. ഇത് പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ അതിനാവശ്യമായ പണം കൂടി അനുവദിക്കുന്നതാണ് എന്ന് ഞാൻ പ്രത്യേകമായി അവസരത്തിൽ അറിയിക്കുകയാണ്. പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എറണാകുളം PWD കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസിമോൾ ജോഷുവ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗുരുസ്മാരക വായനശാല പ്രസിഡന്റ് M.O. വർക്കി സ്വാഗതവും പറവൂർ PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിൻസ് വർഗീസ് നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം KV രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറൂബി സെലസ്റ്റീന, പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി തോമസ്, വാർഡംഗം സിന്ധു നവീനൻ, MM കരുണാകരൻ മാസ്റ്റർ, PK ഉല്ലാസ്, CK ബിജു, VA വേണു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.